നമുക്ക് ഒരു ബാഡി മേക്കപ്പ് ചെയ്യാം. ബാഡി ആവോ വേറെ എന്തെങ്കിലും ആവോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടേക്കും നമുക്ക് കൺസീലർ ഇടാം. നമുക്ക് ലിപ്ലൈൻ ചെയ്ത് കൊടുക്കാം. കുട്ടി അടിച്ച പോലെ ലിപ്റ്റിയാണ്, പക്ഷെ എന്നാലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ബാഡി ലിപ്സ് സെറ്റ് ആയി തോന്നുന്നു, വേണം നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എന്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടിട്ട് ആരും മേക്കപ്പ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ പിൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കുറെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ മേക്കപ്പ് ചെയ്യുന്നതൊന്നും പോകാനുണ്ടായിട്ടൊന്നുമല്ല. ഇങ്ങനെ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു തോര വരും മേക്കപ്പ് ചെയ്യാൻ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എന്നത് കണ്ടിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യാനും ഇൻസ്പയർഡ് ആവാനും നിൽക്കരുത്. ഈ ഐബ്രോ ഇവിടെ നിന്ന് ഇങ്ങനെ ഫിൽ ജസ്റ്റ് താരം ടൈം ചെയ്ത് കൊടുക്കുക. ഈ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ഇവിടെ കുറച്ചും കൂടെ ഫീൽ ഇട്ട് കൊടുക്കാം. എന്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ചളി കുറച്ചൊക്കെ എല്ലാവർക്കും ചളി ആയി തോന്നുമായിരിക്കും, പക്ഷെ അത് നമുക്ക് തോന്നില്ല. ശരിക്കും അങ്ങനെയാണ്. കാരണം എനിക്ക് എന്ത് സംസാരിക്കണം എനിക്ക് അറിയില്ല. എനിക്ക് ഒരുപാട് സംസാരിക്കണം, പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഓക്കെ അല്ല. ഇപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട് ഇന്ന് പാസ് ചെയ്തു പറഞ്ഞു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു ഇൻവെർട്ടറാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ സംസാരത്തിൽ. ആലോചിക്കും എന്തെങ്കിലും ഞാൻ ക്യാമറയായിട്ട് ഇവിടെ കുറച്ച് ഐഷാഡോ കോമൺ എന്തെങ്കിലും ഞാൻ ക്യാമറയായിട്ട് കംഫർട്ടായി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കാജൽ എടുത്തിട്ട് വിങ് ലൈനർ കൊടുക്കാം. ഞാനിവിടെ കാജൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്മോക്കി ഭയങ്കര സ്മോക്കീസ് അല്ല, പക്ഷേ ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത്യാവശ്യം നല്ലതായിരിക്കും. ചെയ്യാൻ അറിയാവുന്നതാണ്, ഇത് ചെയ്യാനറിയില്ല. എന്നാലും ഞാൻ ചെയ്ത് നോക്കും. നമ്മൾ ചെയ്തല്ലേ ഞാൻ പഠിക്കുന്നത്. അയ്യോ ഞാൻ കണ്ണാടി നോക്കിയാണ് ഇത് കാണുമ്പോൾ ബാഡ് യൂസ് പോലെ തോന്നുന്നുണ്ടെന്നാണ്. പക്ഷേ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വിളിക്കും. ഇങ്ങനെ നടക്കട്ടെ എന്നെ കണ്ട് എങ്ങനെ ഇറങ്ങിയിട്ടാലും ഇങ്ങനെ എഴുതിക്കോളും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒരു ബ്രൗൺ ഐലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നല്ല ഐലൈനർ അല്ലാതെ ഞാൻ ഈ പ്ലേനർ വെച്ചിട്ട് ചെയ്യുന്നത് വേറെ കാര്യം കൂടെ ആക്കിയെടുക്കാം. ഐലൈനർ വെച്ച് കൂടെ നമ്മൾ പരീക്ഷിച്ച് നോക്കാം. ഒരു വിങ് കുറച്ചൊക്കെ ഞാൻ തോന്നലാണോ എന്നറിയാം. ഇതിന് മോശമായിട്ടാണ് വിചാരിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം. പക്ഷേ ഈ കണ്ണിൽ ഇതുപോലെ വന്നാൽ മതിയാണ്. ഇങ്ങോട്ട് കാജൽ കൊണ്ടുവരണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ കൊണ്ടുവരില്ല. മസ്കാര ഇട്ടപ്പോൾ ജീവൻ വെച്ച പോലെ. നമുക്ക് ഇതിനകത്ത് ഗോൾഡ് എടുത്തിട്ട് ഈ ഗ്ലിറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടൂടെ കൊടുക്കാം. സ്പ്രെഡ് ആക്കരുത്. നിങ്ങൾക്ക് ഹൈലൈറ്ററോ ഐഷാഡോയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതൊക്കെ ഹൈ പോയിന്റ്സ് ആണെന്ന് പറയുന്നത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഹൈലൈറ്റർ എടുത്ത് ഇവിടെ ഇടാം. ഇങ്ങനെ ഇടരുത്, ഇങ്ങനെ ഇടണം. ഇടായിരിക്കും എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ ഇടുന്ന ഇഷ്ടം. ഇവിടെ ഇടണം, പിന്നെ ഇവിടെ ഇടണം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഈ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷ് ആയി ഇത് തന്നെ ഇടാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിങ്ക് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു ബാഡിയുടെ എഫക്റ്റ് ബാഡി ആയില്ല, ബാഡി ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ആ ഒരു നമ്മൾ കഷ്ടപ്പെട്ട ലൈറ്റ് ആക്കി ഇട്ടു. അപ്പോൾ ആ ഒരു എഫക്റ്റ് ചീക്കിൻ്റെ ഇവിടെ ഒത്തിരി കൊണ്ടുവരണ്ട. ഇനി നിങ്ങൾക്ക് ഒരു ബ്രൗൺ ലിപ് ലൈനറോ കോണ്ടോർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കണം. ഇതിനൊക്കെ കാര്യം മുതൽ ഇട്ടിട്ട് ഒരു വരാതെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. എനിക്ക് കണ്ണാടി വെച്ച് ഇവിടെ നാച്ചുറലി കൊണ്ടു ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കൊണ്ടോ എഫക്റ്റ് കിട്ടും. അയ്യോ കൊള്ളില്ല. മര്യാദക്ക് ഇരുന്നായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ ഉള്ള സോക്കയുടെ ഇങ്ങനെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് കുളവാക്കുന്നത്. ഇതാണിപ്പോൾ ഫൈനൽ